അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോ? പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി. പിന്നെ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നെ വിട്ടു. അവളെന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഇത്രയും ഒരു ഏജ് ഡിഫറൻസ്? ഇത്രയും ചെറിയൊരു അനിയത്തി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ ഉണ്ടാവണേ. എനിക്കെന്തൊരു സന്തോഷമായിരുന്നെന്നറിയോ? ഞാൻ അവളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിട്ടുള്ളതും വഴക്ക് പറഞ്ഞിട്ടുള്ളതും. അവൾക്ക് കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട്. അത് പിന്നെ എൻ്റെ അല്ലേ അനിയത്തി, ഇല്ലാണ്ടിരിക്കോ? നല്ല ബുദ്ധിയാ. നിനക്ക് അത്രയും ബുദ്ധിയില്ല. ആള് ഭയങ്കര പാവാട്ടോ. ഞാൻ വിചാരിച്ചേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാന്നാ. അതാകുമ്പോ അച്ഛൻ കുറച്ചുകൂടെ വലുതാവില്ലേ. അവളുടെ കാര്യങ്ങൾ അവൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാനും തുടങ്ങും. പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ. അച്ഛനിങ്ങനെ കല്യാണക്കാര്യം പറഞ്ഞു വരുമ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് ഒഴിവാകുമായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി, അച്ഛൻ എത്രയൊക്കെ വലുതായാലും എനിക്ക് അവളൊന്നും കൊച്ചു കുട്ടിയായിരിക്കും. ഞാൻ അവളുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടേയിരിക്കും. പിന്നെ അവൾക്കത് ഭയങ്കര വിഷമാവുന്നേ. ഗിരീഷ് ഇപ്പൊ ചോദിച്ചില്ലേ എന്താ ഇത്ര ചെറിയ അനിയത്തിന്ന്? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കുമായിരുന്നു, ഓരോന്ന് പറഞ്ഞ് കളിയാക്കും. അച്ഛനും അമ്മയ്ക്കും അബദ്ധം പറ്റിയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. ഒരു ദിവസം ഭയങ്കര വിഷമം വന്നിട്ട് ഞാൻ അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ടുണ്ട്, എനിക്കെന്തിനാ ഇത്രയും ചെറിയ അനിയത്തി തന്നേന്ന്. അപ്പൊ അവരെന്താ പറഞ്ഞേന്നറിയോ? ഞാൻ ഉണ്ടായി കഴിഞ്ഞ് ഉടനെയൊരു അനിയത്തിയുടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തരാനുള്ള സ്നേഹം കുറഞ്ഞു പോവില്ലേന്ന്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാ പോലും അവർക്ക് മനസ്സിലായേ എനിക്ക് സ്നേഹിക്കാനോ ആരെങ്കിലുമൊക്കെ വേണമെന്ന്. അങ്ങനെയാണ് അവരെനിക്ക് അച്ഛനെ തന്നെ. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സമ്മാനമാണ് അച്ഛൻ, ഏറ്റവും വലിയ സന്തോഷം. അടുത്ത ആഴ്ച പോകുന്ന അച്ഛൻ പറഞ്ഞേ. അതാണോ നല്ല കളറ്? പച്ച മതിയില്ലേ? ഭയങ്കര ബഹള. ഒരു മിനിറ്റ്. എന്താണ്? എന്തു പറ്റി? എന്തോ ഉണ്ട്, പറയ്. ആദിച്ചിക്ക് ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്തു പറ്റി ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം? പറ. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ആദിച്ചിക്ക് എന്നെക്കാട്ടും ഇഷ്ടമാണോ ഗിരീഷ് ഏട്ടനെ? എന്ന് ആരാ പറഞ്ഞേ? ആരും പറയണ്ട, എനിക്ക് മനസ്സിലായി. ചേച്ചി എന്നെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ചേച്ചി ഇല്ലെങ്കിൽ എന്റെ ഒരു കാര്യം ശരിയാവത്തില്ല. എനിക്ക് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അസൈൻമെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യോ? ഒറ്റയ്ക്ക് ചെയ്യച്ചോ, എന്നാലേ പഠിക്കത്തുള്ളൂ. ചേച്ചി ഇനി എന്തിട്ടാ പോരെ? നിനക്കിഷ്ടമുള്ള ഏതെങ്കിലും ഇട്ടുകൊണ്ട് പൊക്കോ. ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കണേ? എന്റെ മുടി ഒന്ന് കെട്ടിത്തരുവോ? ലീലാവശിയോട് പറ, ഞാൻ കുറച്ച് തിരക്കാം.
എണീക്കാം. വാ, റെഡിയാക്കാം. അച്ചു, ഇനി ഇത് അഴിച്ചു കെട്ടാൻ പറയോ? സത്യം? ഇല്ല, നല്ല രസമുണ്ട്. എന്തോ ഒന്നുകൂടെ പറഞ്ഞേ. നല്ല രസം. മോനെ ജോസഫിന്റെ പേര് എഴുതിയോ? ഏത് ജോസഫ് ആമേ? നമ്മുടെ ഡോക്ടർ ജോസഫ്. പിന്നെ പാപ്പച്ചനെ വിളിക്കണ്ടേ? പാപ്പച്ചനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവരുടെ മക്കളുടെ കല്യാണത്തിന് നമ്മളെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല. എന്റെ മോളെ, അവരെ പോലെ എന്തിനാ നമ്മളാവുന്നത്? നമ്മള് നമ്മുടെ അന്തസ് കാണിക്കണം, വിളിക്കണം. വരുന്നവര് വരട്ടെ, നമുക്ക് വിളിച്ചാൽ. അല്ലാതെ നമ്മുടെ കുഞ്ഞിന്റെ കല്യാണത്തിന് അവര് വിളിച്ചോ ഇവര് വിളിച്ചോ, അവര് വിളിച്ചില്ലേ ഇവര് വിളിച്ചില്ലേ, എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലേ. നമ്മൾ അന്തസം കാണിക്കുക, അത്ര തന്നെ. ഇയാൾക്കമ്മേ. എന്താ മോളെ, എന്ത് പറ്റി? കുറച്ചു ദിവസം കൂടി കഴിഞ്ഞ് ആദ്യേച്ചി പോവില്ലേ? ഓ, പിന്നെ ഞാൻ ഒറ്റയ്ക്കാവില്ലേ? പിന്നെ മോൾക്ക് ഈ വല്യമ്മച്ചി ഇല്ലേ ഇവിടെ? അമ്മയുണ്ട്, പിന്നെ മോളുടെ അച്ഛനുണ്ട്. ആഹാ. നാനും മക്കളെ, ചേച്ചി കല്യാണം കഴിച്ച് പോകുന്നതല്ല ഉള്ളോ, ഇങ്ങ് വരുമല്ലോ. എന്നാലും പോവല്ലേ? അതല്ലമ്മച്ചി, അങ്ങനെ കല്യാണം കഴിയുമ്പോ ആദ്യേച്ചി വേറൊരു വീട്ടില്. ഗിരീഷ് ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുപോന്നൂടെ? സത്യം പറഞ്ഞ അതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ലീലാമ്മച്ചി എന്തായാലും ശരി ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കും കേട്ടോ. ഇപ്പം എൻ്റെ പൊന്നുമോള് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ലു മക്കളെ. എനിക്ക് ടെൻഷൻ അറിയില്ലമ്മച്ചി, ഉറക്കൊന്നും വരുന്നില്ല. ആദ്യേച്ചി പോവുമല്ലോ. പൊന്നുമോളെ, ലീലാമ്മച്ചി ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാലേ ഒരുതരം പറിച്ചു നടിയില്ല. നമ്മൾ ജനിക്കുന്നതും വളരുന്നതും ഒക്കെ ഒരിടത്ത്. അവിടെ വളർന്ന് വളർന്ന് അങ്ങനെ വളർന്ന് വലുതാകുമ്പോൾ നമ്മളെ മൂടോടെ പറിച്ച് വേറൊരിടത്ത് കൊണ്ടുപോയി നടും. അവിടെ പിന്നെ നമ്മളിങ്ങനെ ശാഖകളായിട്ടും ജില്ലകളായിട്ടും ഒക്കെ പടർന്ന് പന്തലിച്ച് അങ്ങനെ വളർന്ന് 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 അങ്ങ് പോകും. മനസ്സിലായോ? ഇപ്പം ഇതൊന്നും പറഞ്ഞാൽ എൻ്റെ മോൾക്ക് മനസ്സിലാവത്തില്ലെന്ന് എനിക്കറിയാം. എൻ്റെ മോള് വലിയ കുട്ടിയാവട്ടെ, എല്ലാം മനസ്സിലാകും. ചെല്ലു മക്കളെ, ചെന്ന് മിടുക്കിയായിട്ട് കിടന്നുറങ്ങിയായിട്ട്. യോ, ഇത് എത്ര നേരമൊന്നും പറഞ്ഞാൽ ഉറക്കളയ്ക്കുന്നേ. ചെല്ല്, സങ്കടപ്പെടണ്ട കേട്ടോ.